ഓർമ്മയിൽ ഇപ്പോഴും ഇരുണ്ടു കൂടി നിൽക്കുകയാണ് വയനാടിൻ്റെ ഉരുൾപൊട്ടൽ. നമുക്കറിയാം, ജൂലൈ 29 രാത്രി ഇരുട്ടി വെളുക്കാൻ സമയം, അതായത് ജൂലൈ 30-നും ജൂലൈ 29-നും ഇടയ്ക്കുള്ള സമയത്ത്, രാത്രി സമയത്ത് തന്നെ ആണ് 3 ഗ്രാമങ്ങൾ, തെക്കേ വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിൽപ്പെട്ട 3 ഗ്രാമങ്ങളാണ് ഉരുൾ എടുത്തു കൊണ്ടുപോയത്. നാമാവശേഷമാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. അതിനുശേഷം ഏറെ ദിവസങ്ങൾ നമ്മൾ അതിനോട് കൂടെ സഞ്ചരിക്കുകയായിരുന്നു. ന്യൂസ് മാധ്യമങ്ങളിലാണെങ്കിലും എല്ലാത്തരം മാധ്യമങ്ങളിലും ഇത് തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമായിരുന്നത്. അപ്പം അത് ഇഴപിരിച്ച് നാം കണ്ടു. അങ്ങനെ ഇരിക്കെയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചത്. ഓഗസ്റ്റ് 10-ന്, ജൂലൈ 29-30-ന് ഈ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു. ഓഗസ്റ്റ് 10-ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുന്നു. അദ്ദേഹം ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിലൂടെ നടന്ന് നീങ്ങി ഉള്ളവരെ ചേർത്ത് പിടിച്ച് തൻ്റെ ഹൃദയം മുഴുവൻ തുറന്നു കാണിച്ചാണ് അന്നത്തെ സന്ദർശനം മുഴുവനും നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. അങ്ങനെ തുറന്നു കാണിച്ച് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം രോഗികളെ, ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കിടക്കുന്നവരെ കണ്ടു, ക്യാമ്പുകളിൽ പാർക്കുന്നവരെ കണ്ടു, കുടുംബാംഗങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടവരെ കണ്ടു. അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെയും എല്ലാവരെയും കണ്ട് ആ ദുഃഖ തീരത്തു നിന്ന് അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചു പറഞ്ഞു, ഫണ്ടില്ലായ്മ കൊണ്ട് ഇവിടെ ഒരു പുനരധിവാസവും നടക്കാതിരിക്കുകയില്ല. ഫണ്ടില്ലാത്തത് കൊണ്ട് ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല. എന്ന് വച്ചാൽ ഫണ്ട് കേന്ദ്രം തീർച്ചയായും തരും എന്ന് തന്നെയാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്. അപ്പം നമ്മൾ അദ്ദേഹത്തിൽ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. പക്ഷെ എങ്കിലും ചില സംശയങ്ങളും ഒക്കെ നമുക്ക് ബാക്കിയായി വന്നത്, അതായത് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം 5858.60 കോടി രൂപ, 5858.60 കോടി രൂപയാണ് ഈ ഇങ്ങനെയുള്ള പ്രളയബാധിത സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ദുരിതാശ്വാസമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് 145.60 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു 145.60 കൂടി കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് 31-ന് നമുക്ക് ഒരു 145.6 കോടി രൂപ അനുവദിച്ചിരുന്നു. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഇന്നലെ അനുവദിച്ചിരിക്കുന്ന ഈ 145.6 കോടി രൂപയും. ഇത് പക്ഷേ പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഗണത്തിൽ എന്ന് നമുക്ക് പറയാം. അതല്ലാതെ ഉരുൾപൊട്ടൽ എന്ന ഒരു പ്രത്യേക ദുരന്തത്തിന് വേണ്ടിയല്ല ഈ ഫണ്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ചിലപ്പോഴെങ്കിലും മാധ്യമങ്ങളും എല്ലാവരും ഇതിനെ തെറ്റായി ധരിച്ച്, അതായത് ഇത് വയനാടിനുള്ള ഒരു ചെലവ് എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടി ഒഴുകി വന്ന ജലം, പ്രളയജലം പോലെ എല്ലാം എടുത്തുകൊണ്ട് പോവുക ചെയ്തത്. അപ്പം ഈ ഫണ്ട് ആ കാര്യത്തിന് വേണ്ടിയും, അതായത് വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടിയും ഈ ഫണ്ട് വേണമെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. അല്ലെങ്കിൽ വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി തന്നെ ഉരുൾപൊട്ടൽ മേഖലയായ ഭാഗത്തിന് വേണ്ടി പ്രത്യേക കരുതലോടെ ഗവൺമെന്റ് തരും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടു, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു 2 ടൗൺഷിപ്പുകൾ. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ 2 കൽപ്പറ്റയിൽ ഒരു ടൗൺഷിപ്പ്, മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഒരു ടൗൺഷിപ്പ്. അങ്ങനെ 2 ടൗൺഷിപ്പുകൾ കൊണ്ടുവരും, എത്രയും നേരം തന്നെ തയ്യാറാക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ തയ്യാറെടുക്കുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് വയനാടിന് വേണ്ടിയുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇപ്പോൾ പക്ഷേ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലും ഒക്കെ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നു, അടുത്ത ദിവസം ഇലക്ഷൻ വരാൻ പോകുന്ന മഹാരാഷ്ട്രയ്ക്ക് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഫണ്ടിൽ ഏറ്റവും കൂടുതൽ, അതായത് 1492 കോടിയാണ് മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഗവൺമെന്റിന്റെ സഖ്യകക്ഷികളായ സംസ്ഥാനങ്ങൾക്ക്, ഉദാഹരണം ആന്ധ്രാപ്രദേശ് 1036 കോടിയാണ് ആന്ധ്രാപ്രദേശിന് കൊടുത്തിരിക്കുന്നത്. അസമിന് 716 കോടി കൊടുത്തിരിക്കുന്നു. ബീഹാറിന് 655.6 കോടി. അതുപോലെ ഗുജറാത്തിന് 600 കോടി കൊടുത്തിരിക്കുന്നു. മണിപ്പൂരിന് 50 കോടി. മണിപ്പൂര്
സഖ്യകക്ഷി തന്നെയാണ് ഭരിക്കുന്നത് എങ്കിലും നമുക്കറിയാം മണിപ്പൂര് എപ്പോഴും പ്രശ്നബാധിത സംസ്ഥാനമാണ്. അവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും മാറിയിട്ടില്ല. BJP ആണ് ഭരിക്കുന്നത്. അത് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നവും. അവിടെ ഇപ്പോഴും ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ സംഘർഷമാണ് നിലകൊള്ളുന്നത്. ഈ അടുത്തിടെ അമേരിക്കൻ റിലീജിയസ് ഫ്രീഡം ഫൗണ്ടേഷൻ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് ഇന്ത്യ അസഹിഷ്ണുതയുടെ നാടാണ് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ജാതിപരമായി, അതായത് വർഗീയ അസഹിഷ്ണുതയുടെ നാടാണ് ഇന്ത്യ. അങ്ങനെ ഇന്ത്യ കൂടുതലായിട്ട് വർഗീയ അസഹിഷ്ണുതയിലേക്ക് വളരുകയാണ് എന്നാണ് ആ സംഘടനയുടെ പഠനം. ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ഓർഗനൈസേഷൻ, US ഇന്റർനാഷണൽ ഫ്രീഡം ഓർഗനൈസേഷൻ നടത്തിയ പഠനമാണ്. അപ്പോൾ അത് തികഞ്ഞ അവജ്ഞയോടെ തന്നെ മിസ്റ്റർ ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി, പുച്ഛിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതിനുള്ള ചുട്ട മറുപടി എന്നും പറഞ്ഞൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഓർമ്മ വരുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏതൊരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, നമുക്കറിയാം പശുവിനെ ചാരി മനുഷ്യരെ കൊല്ലുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് അവിടെ റിലീജിയസ് ഇൻടോളറൻസ് ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുന്നത്? പശുവിനെ ചാരി മനുഷ്യനെ കൊല്ലുക. പശു തീർച്ചയായിട്ടും നാം വളരെ സ്നേഹത്തോടുകൂടി കരുതേണ്ട ഒരു ജീവിയാണ്. പശുവിൻ പാല് കൊണ്ടാണ് ഇന്ത്യക്കാർ എങ്ങനെയെങ്കിലും പോഷകദാരിദ്ര്യം കുറച്ചെങ്കിലും, എന്നിട്ട് ഏറ്റവും കൂടുതൽ പോഷകദാരിദ്ര്യമുള്ള, അതായത് ലോകത്താകെയുള്ള പോഷകദാരിദ്ര്യത്തിൽ 38% ഇന്ത്യയിലാണ്. എങ്കിൽ പോലും ഈ 38% ഒതുങ്ങി നിൽക്കുന്നത് പശുവിൻ പാലിൻ്റെ നന്മ കൊണ്ടാണ്, മഹത്വം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ കരുതലോടെ കാത്തു രക്ഷിക്കണം. പക്ഷേ ആ പശുവിനേക്കാൾ മോശമാണ് മനുഷ്യൻ അവൻ്റെ ജാതിപരമായി കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെ പറയുന്നത് കടുത്ത റിലീജിയസ് വാദമാണ്. ആ റിലീജിയസ് വാദത്തെ, അത്തരം റിലീജിയസ് വാദത്തെയാണ് ഈ അമേരിക്കൻ സ്റ്റഡി എന്താ പറയുക വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതും അപലപിക്കുന്നതും. അപ്പോൾ അതിനെതിരെ ശക്തമായ മറുപടി കൊടുത്തു എന്ന് ജയശങ്കർ പറയുന്നത് കൊണ്ട് ഒന്നും ആയില്ല. അതിനെതിരെ മറുപടി കൊടുക്കുകയല്ല വേണ്ടത്. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ കൃത്യമായി മതേതര ഇന്ത്യയാണ് എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ജനങ്ങളുടെ വിശ്വാസം, ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണം. ഒരു സൽമാൻ റുഷ്ദിയെ കൊണ്ട് അങ്ങനെ ഇവിടെ സ്ത്രീയായിട്ട്, ദളിതായിട്ട്, മുസ്ലിമായിട്ട് ജനിക്കുന്നതിൽ നല്ലത് പശുവായിട്ട് ജനിക്കുന്നതാണ് എന്ന് പറയാൻ ഇടവരുത്തരുത്. അങ്ങനെ പറയാൻ ഇടവരുത്തുമ്പോഴാണ് ഇപ്പോൾ മണിപ്പൂരിൽ സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഗുജറാത്തിലെ 2002 ഗോദ്ര സംഭവം, അല്ലെങ്കിൽ ബിൽക്കിസ് ബാനു സംഭവം, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ലോക രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ചും കൃത്യമായി മതനിരപേക്ഷ രാഷ്ട്രങ്ങൾ, അമേരിക്ക പോലെയുള്ളവ ഇങ്ങനെ ഉള്ള കടുത്ത കുറ്റാരോപണം നടത്തേണ്ടി വരുന്നത്. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ കുറ്റാരോപണം നടത്തുന്നതിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഗവൺമെൻറ്, അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ് തീർച്ചയായിട്ടും വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ഈ 2 ടൗൺഷിപ്പുകൾ മാത്രമല്ലല്ലോ, ടൗൺഷിപ്പുകൾ നിർമ്മിക്കുക മാത്രമല്ല, ടൗൺഷിപ്പുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടേക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ജനങ്ങൾക്ക് ഒരു നല്ല ജീവിതം തുടങ്ങാൻ, അവരുടെ ജീവിതം എവിടെ നിന്നു പോയി മുട്ടിപ്പോയി, അവർ കരുപ്പിടിപ്പിച്ച അവരുടെ ജീവിതം, അവരുടെ തൊഴിൽ, അവരുടെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടു. വേണ്ടപ്പെട്ടവരും നഷ്ടപ്പെട്ടു. അതൊന്നും വേണ്ടപ്പെട്ടവരെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ വേണ്ടപ്പെട്ടവർ ചേർത്ത് പിടിക്കുന്നത് പോലെ അവരെ ചേർത്ത് പിടിക്കുന്നു ഈ ഗവൺമെൻറ്, ഇവിടുത്തെ ജനങ്ങൾ എന്ന് വരുത്തി തീർക്കേണ്ടത് അനിവാര്യമാണ്. അപ്പം അതിനുവേണ്ടി ഒരു നിർലോഭമായിട്ട്, അതായത് പ്രളയബാധിത സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് വിവരാന്വേഷണം നടത്തിക്കൊണ്ട്, അതായത് പ്രളയത്തിൻ്റെ ആഴം എത്രയാണ്, എത്ര കണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചു, എന്തുമാത്രം പുനരധിവാസ ഫണ്ട് വേണം, ഇത്തരം കാര്യങ്ങളൊക്കെ തിരക്കിക്കൊണ്ട് ഒരു കമ്മീഷൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കമ്മീഷൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ച് എത്തിക്കഴിയുമ്പോൾ ഓരോ സംസ്ഥാനത്തെയും നഷ്ടത്തിൻ്റെ തോത് കണക്കാക്കുകയും ആ കണക്കനുസരിച്ച് കേരളത്തിനും ഒരു വിഹിതം കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വിഹിതം കേരളത്തിന് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന 145 കോടി പോലും 2 പ്രാവശ്യം കിട്ടി, അതായത് 300 കോടിയിൽ താഴെ. ആ ഫണ്ടിനേക്കാളൊക്കെ വളരെ വളരെ കൂടിയ തോതിൽ ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്കൊക്കെ കൊടുത്തു എന്ന് പറയുന്നത് പോലെ ഒരു വലിയ തുക തന്നെ കേരളത്തിന് നേടിയെടുക്കാൻ പറ്റണം. അങ്ങനെ നേടിയെടുക്കാൻ നമുക്ക് പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ 20 MP മാരുണ്ട്,
അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് 2 മന്ത്രിമാരുണ്ട്. ഈ മന്ത്രിമാരുടെ ശക്തിയും MP-മാരുടെ ശക്തിയും ഒക്കെ വേണ്ട രീതിയിൽ ചെലുത്തുകയാണെങ്കിൽ, അതായത് വയനാടിനെ പറ്റി സമഗ്രമായി പഠിച്ച് എത്ര ഫണ്ട് വേണമെന്ന് പഠിച്ച് അത് അവിടെ അവതരിപ്പിക്കണം. അതുപോലെ തന്നെ അങ്ങനെ ആ ആവശ്യത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് മാറ്റിവെക്കുന്ന തുക അല്ലെങ്കിൽ നമുക്ക് തരുന്ന തുക കൃത്യമായും ആ പർപ്പസിന് വേണ്ടി മാത്രം ചെലവഴിക്കുമെന്ന് ഉറപ്പുവരുത്താനും നമുക്ക് കഴിയണം. ആ ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ വയനാട്ടിലെ സാധാരണ ഇവിടെ നമുക്കറിയാം റൂം ഫോർ റിവർ, അങ്ങനെ റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞ് പോയി മുഖ്യമന്ത്രി ആയ ആ ഇടയ്ക്കാണ് 2019 പ്രളയം കഴിഞ്ഞതിന് ശേഷമാണ് പോയി പിന്നെ ഇതുപോലെ കുട്ടനാട് പോലെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ ഉള്ള പ്രദേശങ്ങൾ കാണാനാണ് അദ്ദേഹം യൂറോപ്പിലേക്ക് പോയത്. അങ്ങനെ റൂം ഫോർ റിവർ എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ അംബാസഡറായിരുന്ന വേണു രാജാമണിയൊക്കെ ഇപ്പോഴും കേരളത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടു കൂടി വേണമെങ്കിൽ കുട്ടനാടിനെ എത്രയോ നേരത്തെ തന്നെ ഈ ജലനിരപ്പിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാമായിരുന്നു. അതിനുള്ള യാതൊരു ശ്രമവും ഇതുവരെ നടത്തിയിട്ടില്ല. കുട്ടനാട് ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. ആ കുട്ടനാട്ടുകാരുടെ സങ്കടം കണ്ട കുട്ടനാട് വിട്ടൊഴുകി പോവുകയാണ് ജനങ്ങൾ. കുട്ടനാട്ടിൽ താമസിക്കുന്നു എന്ന് പറയുന്നത് ആക്ഷേപം പോലെയാണ് പലർക്കും തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ വയനാടിനും ഉണ്ടാകരുത്. വയനാട്ടിലെ ജനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ റൂം ഫോർ റിവർ പോയതുപോലെ ഡിസപ്പിയർ ചെയ്യരുത്, നമ്മുടെ വയനാടിന് വേണ്ടി കിട്ടുന്ന ഫണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ നടന്ന് അത് കൃത്യമായി ചെലവഴിക്കുന്നു എന്ന് ഉറപ്പാക്കുക. അതാണ് നമുക്ക് ആവശ്യമുള്ളത്.